സോ എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായി ഹൃത്തിക് റോഷൻ നാച്ചുറലാണ്. നമുക്കറിയാം ഏകദേശം 2 പതിറ്റാണ്ടോളം കാലമായിട്ട് ബോളിവുഡ് അടക്കി ഭരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ ഗ്രീക്ക് ഗോഡ് എന്നറിയപ്പെടുന്ന ഹൃത്തിക് റോഷൻ. എന്നാൽ അദ്ദേഹം നാച്ചുറലായിട്ടാണോ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ പല നാറ്റ് ഓർ നോട്ട് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നാച്ചുറലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പല വഴികളുണ്ട്. എന്നാലും നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ജെനറ്റിക്സ് എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. റോഷൻ്റെ ജെനറ്റിക്സിനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ജെനറ്റിക്സ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സോ നമ്മളെങ്ങനെയൊക്കെ അയാൾ നാറ്റി അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അയാൾ നാറ്റി തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഒരാൾ നാറ്റിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയാളെ ബേസ് ലൈൻ എങ്ങനെയായിരുന്നു ജെനറ്റിക്സ് എന്ന് അറിയണം. ആൻഡ് അതുപോലെ തന്നെ അയാൾ ടൈം ഫ്രെയിം ഓരോന്ന് കഴിയും തോറും എങ്ങനെയാണ് അയാൾ പ്രോഗ്രസ് ചെയ്തതെന്ന് അറിയണം. സോ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ടൈം ലൈൻ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട് 2 മെയിൻ ട്രാൻസ്ഫോർമേഷനാണ് ഹൃത്തിക് റോഷൻ നടത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ ക്രിസ് 3 എന്ന മൂവിക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വാർ എന്ന മൂവിക്ക് വേണ്ടി. അപ്പോൾ ഈ 2 മൂവീസിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുന്നേ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷമാണ് ഹൃത്തിക് റോഷൻ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു സ്ലിപ്പ് ഡിസ്കിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ നമ്മുടെ വാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ അല്ല എന്ന് പറയപ്പെടാനുള്ള കാരണം അത് വളരെയധികം ഡ്രാസ്റ്റിക്കലായിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു. ആൻഡ് പലർക്കും ഹൃത്തിക് റോഷൻ നാച്ചുറൽ ആണോ എന്ന് സംശയം തോന്നിച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഇത്. സോ നമ്മൾ മേജറായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോയിൽ പോകുന്നതായിരിക്കും. സോ നമുക്കിനി ടൈം ലൈനിലേക്ക് കിടക്കാം. അപ്പോൾ ഹൃത്തിക് റോഷൻ്റെ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ സിനിമ 2000 പുറത്തിറങ്ങിയ കഹോ നാ പ്യാർ. അപ്പോൾ ഈ ഒരു സിനിമയിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ബേസ് ലൈൻ ഫിസിക്ക് ഹൃത്തിക് റോഷൻ ഉണ്ട്. ഏകദേശം 6 അടി ഉയരം, അതുപോലെ തന്നെ നല്ല ഗുഡ് ഷേപ്പുള്ള മസിൽസ് ആൻഡ് വളരെ മസ്കുലർ ആയിട്ടുള്ളൊരു, വളരെ എന്ന് പറയുന്നില്ല എന്നാലും ഒരു ആവറേജ് മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി. ഈ ഒരു കാലഘട്ടത്തിൽ ബോളിവുഡിൻ്റെ സ്റ്റാൻഡേർഡ്സിന് എബോവ് ആയിരുന്നു ഈ ഒരു ബോഡി. സോ വളരെ നല്ലൊരു ഫിസിക്ക് തന്നെ നമുക്ക് പറയാം. പിന്നെ 2000 പുറത്തിറങ്ങിയ ഫിസ എന്ന സിനിമയിലും ഇതേ ഒരു ഫിസിക്ക് തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്. ഏകദേശം 15% അടുത്ത് ബോഡി ഫാറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. ബോഡിയിൽ അധികം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് മസിൽ മാസ് ഒക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് 2003 പുറത്തിറങ്ങിയ കോയി മിൽ ഗയ എന്നുള്ള സിനിമയാണെങ്കിലും 2006 പുറത്തിറങ്ങിയ ക്രിഷ് 1 പാർട്ട് 1 ആ സിനിമയാണെങ്കിലും ബേസ് ലൈനിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു മസിൽ മാസ് തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്. ബോഡി ഫാറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആൻഡ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ ഓവറോളായിട്ട് പറയാം, കാരണം ഇതൊരു നാച്ചുറൽ പ്രോഗ്രഷൻ ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഈ ഒരു 3-6 കൊല്ലം കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഹൃത്തിക് റോഷൻ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു 90% ജെനറ്റിക് പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് എല്ലാവർക്കും ജെനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എത്രത്തോളം മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നതുള്ളതാണ്. ഒരു പ്രോപ്പറായിട്ട് ന്യൂട്രീഷനും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾ ഒരു 5-6 വർഷം കൊണ്ട് തന്നെ ഏകദേശം അദ്ദേഹത്തിൻ്റെ 80-90% ജെനറ്റിക് പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്ത് കഴിയും. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ പോലെ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സോ 2000 സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹൃത്തിക് റോഷൻ ഏകദേശം തൻ്റെ ജെനറ്റിക് പൊട്ടൻഷ്യലിൽ അടുത്തെത്താനായി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അദ്ദേഹത്തിന് ഇതിലും പെട്ടെന്ന് കൂടുതലായിട്ട് മസിൽ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സ്പൈക്ക് മസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ചിലപ്പോൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നതാണ്. അപ്പോൾ അടുത്തായി പുറത്തിറങ്ങിയ സിനിമയാണ് 2008 പുറത്തിറങ്ങിയ ജോധ അക്ബർ. ഈ ഒരു സിനിമയിൽ നമുക്ക് ബോഡി കോമ്പോസിഷനിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ഫാറ്റായി എന്നുള്ളതല്ലാതെ മസ്കുലർ മാസിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്ത സിനിമയാണ് 2011 പുറത്തിറങ്ങിയ സിന്ദഗി നാ മിലേഗി ദുബാര. ആൻഡ് ഇതിലും സിമിലർ ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്താണ് ഹൃത്തിക് റോഷൻ ചെയ്ത ഏറ്റവും വലിയ മേജർ ഒരു ട്രാൻസ്ഫോർമേഷനിലൊന്ന്. അത് ക്രിഷ് 3 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഏകദേശം അദ്ദേഹത്തിന് ആദ്യമായി ആ ടൈമിലാണ് സ്ലിപ്പ് ഡിസ്കിൻ്റെ ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വർക്കൗട്ട് നിർത്തിയിട്ടുണ്ടാവും. ആൻഡ് ഒരുപാട് ഫാറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, മസിൽ മാസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടി ക്രിസ് ഗാത്തേഡ് എന്നൊരു സെലിബ്രിറ്റി ട്രെയിനറെ അദ്ദേഹം ഹയർ ചെയ്തു. ആൻഡ് ഒരു 12 വീക്കിൽ വളരെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഏകദേശം 20% മുകളിൽ ബോഡി ഫാറ്റ് ഉണ്ടായിരുന്ന ഹൃത്തിക് റോഷൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ആ ഒരു ബോഡി ഫാറ്റ് ഏകദേശം 12% അടുത്തേക്ക് കൊണ്ടുവന്നു. ആൻഡ് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും 12 വീക്കിൽ ചെയ്തതാണെന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നാച്ചുറൽ ആണെന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു ഫാറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷനെ ബിഹേവ് ചെയ്യുന്നുള്ളത് വെച്ചാൽ അദ്ദേഹം എന്തായാലും കുറച്ചൊരു മസിൽ മാസ് ലൂസ് ചെയ്യും. ലൈക്ക് ഒരിക്കലും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് സ്ട്രെഡഡ് ആൻഡ് ബിഗ് ആവാൻ പറ്റില്ല. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഹൃത്തിക് റോഷൻ്റെ മസിൽ മാസും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ലീനാണെങ്കിൽ കൂടി ഈ ഒരു വെർഷനിൽ അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരു അത്രയും സ്കിന്നി ആയിട്ടുള്ള ഒരു വെർഷനായിട്ടാണ് കാണപ്പെടുന്നത്. മസിൽ മാസൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് 2014 ഇറങ്ങിയ ബാങ് ബാങ് ആണെങ്കിലും 2016 മോഹൻജാദാരോ ആണെങ്കിലും ഈ 2 മൂവീസിലൊക്കെ ഇതേ ഒരു സിമിലർ ബോഡി തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത്. ആൻഡ് നമ്മളെ അടുത്തായിട്ട് വരുന്നതാണ് 2019 ഇറങ്ങിയ വാർ എന്ന സിനിമ.
അപ്പോൾ ഈ ഒരു സിനിമേൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പേരിലാണ് അദ്ദേഹം നാറ്റിയാണോ അല്ലയോ എന്നുള്ളൊരു അലിഗേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഫേസ് നോക്കിയാൽ വളരെയധികം ഫാറ്റ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് 2013 ക്രിസ് 3ൻ്റെ സമയത്ത് സംഭവിച്ച ആ സ്ലിപ്പ് ഡിസ്ക് ഇഷ്യൂ വീണ്ടും പറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വർക്കൗട്ടിൽ നിർത്തി ഫാറ്റായി. സോ ആ ഒരു ഫാറ്റ് ടു ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇവിടെ വീണ്ടും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നാച്ചുറലാണോ? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏകദേശം 6 മാസത്തോളം ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹൃത്തിക് റോഷൻ ഓൾറെഡി വളരെയധികം ബിൽഡായിട്ടുള്ള ഒരാളായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ മസിൽ മെമ്മറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ തൻ്റെ ലൈഫിൽ നോക്കിയ ഓവറോൾ വളരെ നല്ലൊരു ഫിസിക് തന്നെയാണ് ഹൃത്തിക് റോഷൻ ക്യാരി ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്സും നല്ല തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ 6 മാസം കൊണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നാച്ചുറലി പോസിബിൾ ആണോ? തീർച്ചയായും ആണ്. കാരണം മസിൽ മെമ്മറി എന്നൊരു ഫാക്ടർ നമ്മളിതിൽ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഏകദേശം 10-15 വർഷത്തോളമെങ്കിലും മിനിമമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹൃത്തിക് റോഷൻ. ഒരു ഇഞ്ചുറി കാരണമാണ് അദ്ദേഹത്തിന് ബോഡി ബിൽഡിംഗ് അല്ലെ നിർത്തേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് ഈ ലെവലിലായത്. എന്നാൽ അദ്ദേഹം തിരിച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാളെ മസിൽ മെമ്മറി വളരെയധികം അയാൾക്ക് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായിരുന്ന മസിൽ ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡ് അതുപോലെ തന്നെ ഫാറ്റ് പെർസെൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് ഏകദേശം 14-15% അത്രയും റേഞ്ചിലാണുള്ളത്. സോ അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ലൈറ്റിങ്, പമ്പ്, ഇതൊക്കെ. ഈ വീഡിയോയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ കൂടുതൽ പമ്പ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴുള്ള ഒരു വീഡിയോ ആണിത്. നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ ഇത്രയും നല്ല ബോഡി ഹൃത്തിക് റോഷൻ ഉണ്ടാവില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇനി വാർ സിനിമയിലെ ഈ ഒരു സീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാറിലെ എൻട്രി സീൻ വളരെയധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫിസിക് തന്നെ ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ലൈറ്റിങ്, ക്യാമറ ആംഗിൾ, എഡിറ്റിങ്, കളർ ഗ്രേഡിങ് ആൻഡ് പമ്പ്, ഈ ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബോഡി ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിലും കാണിക്കുന്നത്. അതായത് ഈ സിനിമയിൽ അല്ലെ ഈ സീൻസിലൊക്കെ കാണുന്ന അത്രയും ബെറ്റർ ബോഡി ഹൃത്തിക് റോഷന് നേരിട്ടുണ്ടാവുന്നില്ല. ഇതൊക്കെ ഒരുപാട് ടൂൾസ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചിട്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായും നാച്ചുറലി പോസിബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.